സമൂഹത്തിൽ ഏതൊരാൾക്കും മറ്റൊരാളുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ അത് കൂടിയേ കഴിയൂ. നമ്മളും ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. വാസ്തവത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്താണ്? 10 പേരോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചാലും 10 ഉത്തരമായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ 10 ഉത്തരങ്ങളായിരിക്കും ലഭിക്കുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം അതേ നിലകളിൽ മറ്റൊരാൾക്ക് വേണ്ടി കൈമാറുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കട്ടെ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഏറ്റവും നിരാശയിൽ കഴിയുന്ന ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് പ്രത്യാശ നൽകുന്ന എന്തെങ്കിലും വാക്കുകളായിരിക്കും. അത് സ്വന്തക്കാരോ സഹോദരന്മാരോ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് അപരിചിതനാണെങ്കിലും ശരി, അവർക്ക് അപ്പോൾ ആവശ്യമുള്ളത് സാന്ത്വനമാണ്. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ദാവീദ് ചുറ്റും നോക്കി പാടിയൊരു പാട്ടുണ്ട്. അതിൻ്റെ ആരംഭവാക്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സഹായത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രം സഹായം കിട്ടിയാൽ മതി എന്നുള്ള യാതൊരു വാശിയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത്യാവശ്യമായിട്ട് നമുക്ക് അല്പം പണം വേണം, ലോൺ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഒരിക്കലും വാശി പിടിക്കില്ല, എനിക്ക് ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയെങ്കിൽ മതി എന്ന് മാത്രം. അല്ല, വേറെ ഏതെങ്കിലും ബാങ്കിൽ ലോൺ തന്നാൽ ഞാൻ മേടിക്കത്തില്ലെന്നോ വാങ്ങുകയില്ലെന്നോ ശാഠ്യം പിടിക്കുന്നവരാരും കാണില്ല. കാരണം അത്രയ്ക്കും അത്യാവശ്യത്തിലാണല്ലോ ഒരു ലോണിന് വേണ്ടി ഓടുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതായത് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി. എന്നാൽ തനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു: എവിടെ നിന്നെങ്കിലുമുള്ള സഹായത്തിനൊക്കെ ചില പരിമിതികളുണ്ട്. താൻ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സഹായം ഉണ്ടാകണമെങ്കിൽ താൻ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതേ പ്രിയരെ, ദൈവത്തിൽ നിന്നും ഒരു സഹായം ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നുമില്ല ഈ ലോകത്തിൽ. എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത്? അപ്പോസ്തലൻ പറയുന്ന മറുപടി ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, അത് അനുഭവിച്ച് നിരാശയോടെ താടിക്ക് കൈയും കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. മറിച്ച് ഞങ്ങൾക്ക് കഷ്ടമുണ്ടായത്, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാനിടയായത് ഇതേ നിലകളിലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കഠിനമായ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ചിലർക്കെങ്കിലും എൻ്റെ കഷ്ടം ആശ്വാസമായി തീരണം. അപ്പോസ്തലൻ ഇത്രയും ഉറപ്പ് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? താൻ പറയുന്നത്, ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഓടി വരുന്ന ഒരുവനുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ക്രിസ്തു തന്നെ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് സഹായത്തിനു വേണ്ടി, ആശ്വാസത്തിനു വേണ്ടി ഞങ്ങളുടെ അടുക്കൽ ഓടിയെത്തും. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മുകളിലത്തെ വാക്യം ഇങ്ങനെയാണ്: മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമ്മളിൽ പലരും വിചാരിക്കുന്നത്, എൻ്റെ കഷ്ടങ്ങൾ കണ്ടിട്ട് ദൈവം മനസ്സലിയുന്നില്ല, ഇത്ര കഠിനഹൃദയനാണോ ദൈവം? അല്ല പ്രിയരെ, ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഒരുപക്ഷെ ഇന്നയാൾ ആശ്വസിപ്പിക്കുമെന്നോ ഇന്നയിടത്തു നിന്ന് ആശ്വാസം ലഭിക്കുമെന്നോ വിചാരിച്ചിട്ട് നിരാശയാണ് നിങ്ങൾക്ക് മറുപടിയെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കി വീണ്ടും നിരാശപ്പെടരുത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ മനസ്സലിവുള്ള ഒരു പിതാവുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു.
അപ്പസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും അവർ നേരിട്ടിട്ടുള്ള സകല കഷ്ടങ്ങളിലും ദൈവം അവർക്ക് ആശ്വാസം നൽകാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. യാതൊരു കഷ്ടത്തിലും പെട്ട് നിങ്ങൾ തകരുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവം സമ്മതിക്കില്ല. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഈ വാക്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കുക. ജീവിതത്തിലെ ഏത് കഷ്ടങ്ങളുടെ മധ്യത്തിലും കൈവിടാത്ത ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ആരുടെയൊക്കെ കരങ്ങൾ പിൻവലിക്കപ്പെട്ടാലും ദൈവത്തിൻ്റെ കരം ഒരു കാരണവശാലും പിൻവലിക്കപ്പെടുകയില്ല. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കുവാനും അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.